ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നു. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഫുള്ള് ബർത്ത്ഡേയ്സാണ്. 3 ബർത്ത്ഡേയ്സാണ് കേട്ടോ. ആദമിൻ്റെയും ജെയിൻ്റെയും എൻ്റെയും 3 ബർത്ത്ഡേയ്സാണ്. ജൂലൈയിലും ഓഗസ്റ്റിലായിട്ടാണ്. ഒരു 15-20 ദിവസത്തിൻ്റെ ഉള്ളിൽ ഒന്നിച്ചിട്ടാണ് ആ ഒരു ഗ്യാപ്പിലാണ് 3 ബർത്ത്ഡേയ്സ് വരുന്നത്. അപ്പം ആദ്യം ആദമിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. ജൂലൈ 14 ആദമിൻ്റെ ബർത്ത്ഡേ. ആദമിൻ്റെ 2ാമത്തെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ആദമിൻ്റെ ബർത്ത്ഡേ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് വന്നിട്ടുള്ളത് കുറ്റിക്കോലല്ല, ഇത് കരിച്ചേരിയാണ്. കുറ്റിക്കോല് ഭാഗത്താണ് കേട്ടോ. കുറ്റിക്കോലിൽ നിന്ന് കുറച്ച് പോകാനുണ്ട്. എൻ്റെ ഏട്ടത്തിൻ്റെ നാടാണ് കുറ്റിക്കോല്. അപ്പോൾ ഇത്താൻ്റെ പുരയിൽ എൻ്റെ ഏട്ടത്തിൻ്റെ വലിക്കുന്ന പേര് വലിക്കിൻ്റെ പുരയിൽ കുറ്റിക്കോലിൽ പോയിട്ട് ആടുന്നാണ് ഈ കരിച്ചേരിയിൽ വന്നിട്ട് വലിക്ക് പറഞ്ഞ് ആടെ പോയിട്ട് കേക്ക് മുറിക്കുക. അപ്പോൾ അവിടെ ഒരു നല്ല ആംബിയൻസ് ഒക്കെ നല്ല രസമുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയത്. ഒരു കുന്ന് പോലത്തെ ഒരു സ്ഥലമാണ് കേട്ടോ. ഒരു എന്താ പറയുക, വയനാട് ചുരത്തിൻ്റെ ഒരു കുഞ്ഞ് വെർഷൻ. അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. ഞങ്ങൾ മുമ്പും പോയിട്ടുണ്ട്. ബൽക്കിയാണ് കേക്ക് ഉണ്ടാക്കിയത്. എല്ലാവർക്കും കേക്ക് ഉണ്ടാക്കൽ ബൽക്കി തന്നെ. ബൽക്കി ബേക്കറാണ്, എല്ലാവർക്കും അറിയാം. അപ്പോൾ ഞങ്ങളെല്ലാവരുമായിട്ടാണ് പോയിട്ടുള്ളത്. ഞാൻ, ഉമ്മ, ബൽക്കിൻ്റെ മക്കൾ, അനിയന്, വൈഫ്, മോള്, അങ്ങനെ എല്ലാവരായിട്ടും പോയത്. എല്ലാവരായിട്ടും ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണം. 2 വീട്ടിലും ചെയ്യണം തന്നെയായിരുന്നു എനിക്ക് ആഗ്രഹം. ഇവിടെയും ചെയ്യണം, റാഷിൻ്റെ വീട്ടിലും സെലിബ്രേറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. കാരണം ഇതിപ്പോൾ കഴിഞ്ഞ ആദമിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ജസ്റ്റ് ഒരു ഫോട്ടോഷൂട്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ, സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. ഇപ്രാവശ്യം വലിയ രീതിയിലൊന്നും സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. റാഷിയൊക്കെ ഉള്ള ഏതെങ്കിലും ഒരു വർഷം കുറച്ച് ഗ്രാൻഡായിട്ടൊക്കെ ചെയ്യണമെന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഒരു ഓർമ്മക്ക്, പിള്ളേരുടെ ഒരു ഓർമ്മക്ക് വലുതായിട്ട് നമ്മളതൊക്കെ ഓരോ കസിൻസിൻ്റെ കൂടെയൊക്കെ ഇങ്ങനെ കേക്ക് മുറിച്ചതും സെലിബ്രേറ്റ് ചെയ്തതൊക്കെ എപ്പോഴും ഒരു മെമ്മറി ആയിട്ട് ഉണ്ടാവില്ല. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. 2 ബർത്ത്ഡേയും ഇങ്ങനെ 2 ഫാമിലിയിലായിട്ടും സെലിബ്രേറ്റ് ചെയ്യണമെന്ന്. ആദം ഇപ്പോൾ കേക്കൊക്കെ കഴിച്ചിട്ട് ആദമിൻ്റെ കോലെന്നൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ മക്കൾക്കും ഭയങ്കര ഇഷ്ടമാണ് കേക്ക്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ബൽക്കിൻ്റെ മക്കൾക്കാണെങ്കിലും പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേക്കൊക്കെ. പിന്നെ ചെറിയ കുഞ്ഞാണ്, അങ്ങനെ എല്ലാം കൊടുക്കാനൊന്നും തുടങ്ങിയിട്ടില്ല. അങ്ങനെ എല്ലാവരായിട്ടും ഞങ്ങൾ നല്ലൊരു അടിപൊളി സ്ഥലത്ത് തന്നെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്ത ആദമിൻ്റെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വിചാരിച്ച് വൈകുന്നേരം ഒരു ചായയൊക്കെ കുടിക്കുക. അവിടെ തന്നെ കേട്ടോ, ഈ ഒരു റോഡ് സൈഡിൽ തന്നെയാണ് ഞങ്ങൾ കാറൊക്കെ വെച്ച് ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്തത്. അവിടെ തന്നെയാണ് തട്ടുകടയും കാര്യങ്ങളൊക്കെ ഉള്ള. അപ്പോൾ അവിടെ ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്തുള്ള ആൾക്കാർക്കെല്ലാം അറിയാം ഈ ഒരു ഭാഗം. കരിശ്ശേരി പാലം, ഈ തട്ടുകടകൾ, ഇതൊക്കെ പരിചിതമായിരിക്കും. പക്ഷെ പുറത്തൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇതത്ര അറിയണം എന്നില്ല. പക്ഷെ ഭയങ്കര രസമാണ് കേട്ടോ. ഈ ഭാഗത്തൊക്കെ വരികയാണെങ്കിൽ നല്ലൊരു ടൂറ് പോയൊരു വൈബാണ്. അത്രയും രസമാണ്. ഇപ്പോൾ ഞങ്ങളെടുത്ത തട്ടുകടയിൽ നിന്ന് റോളും പിന്നെ കാടമുട്ട ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനത്തെ തട്ടുകടയിൽ വന്ന് ചായ കുടിക്കാനൊക്കെ ഭയങ്കര രസമാണ്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാടമുട്ടയും എടുത്തിട്ടുണ്ട്, പിന്നെ കട്ട്ലറ്റും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൂടെ മിക്സ് ചെയ്തെടുത്തിട്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ച്. ഇത് കുറേ ഭാഗത്തായിട്ടാണ് ഷോപ്പുള്ളത്. നമ്മൾ ഏത് ഭാഗത്താണ് ഇരിക്കുന്നത് അവിടെ എല്ലാം അവൈലബിൾ ആണെന്നില്ല. അപ്പോൾ ഞങ്ങൾ ചായ ഒരു സൈഡിൽ നിന്ന് എടുത്തിട്ട് സ്നാക്ക് അപ്പുറത്തെ സൈഡിൽ നിന്ന് പോയിട്ട് കൊണ്ടുവന്നതാണ്. ഈ ഭാഗത്തുള്ളത് ചാറ്റ്സൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ചായ എടുത്ത് അപ്പുറത്തുനിന്ന് സ്നാക്സ് എടുത്തിട്ട് ഇവിടെ ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പാനിപ്പൂരിയും കൂടെ എടുത്തായിരുന്നു കേട്ടോ. പാനിപ്പൂരി എല്ലാവരുടെയും ഫേവറേറ്റ് ആണ്. ഇവിടുത്തെ പാനിപ്പൂരി ഭയങ്കര ടേസ്റ്റാണ്. ഞങ്ങൾ മുമ്പ് വന്നിട്ട് കഴിച്ചിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാണ്. നല്ല മഴയുള്ള സമയമായിരുന്നു കേട്ടോ. പക്ഷേ എന്തോ ഭാഗ്യത്തിന് നമുക്ക് മഴയൊന്നും കിട്ടിയില്ല. നല്ല അടിപൊളി വൈബ് തന്നെയായിരുന്നു. മഴയൊക്കെ പെയ്ത് കഴിഞ്ഞൊരു ടൈമായിരുന്നു. അങ്ങനെയെല്ലാം ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങളിപ്പോൾ പോകുന്നത് കാഞ്ഞങ്ങാട് ഭാഗത്തേക്കാണ്. അവിടെ ഒരു റഹ്മാനി റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു എൻ്റെ അനിയന് കബീർ. അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അടുത്ത ഫുഡ് അങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തായിരുന്നു. അങ്ങനെ ഇപ്പോൾ റഹ്മാനിയിലേക്ക് പോകുന്നുണ്ട്. ലിഫ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ലിഫ്റ്റിലാണ് മുകളിലേക്ക് പോയത്. കാണാനും നല്ല രസമായിരുന്നു. ഞങ്ങൾ ആദ്യം തന്നെ ഓർഡർ ചെയ്തത് സൂപ്പായിരുന്നു. അപ്പോൾ കബീറിനാണ് ഈ സൂപ്പൊക്കെ ഓർഡർ ചെയ്യുന്നൊരു ശീലമുള്ളത്. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷേ നല്ല സൂപ്പായിരുന്നു കേട്ടോ. ഭയങ്കര ടേസ്റ്റായിരുന്നു. ഞാൻ വിചാരിച്ചില്ല ഇത്രയും ടേസ്റ്റ് ഉണ്ടാകും. പിന്നെ നമ്മൾ അറബിക് സാലഡാണ് എടുത്തിട്ടുള്ളത്. ഒരു സ്റ്റാർട്ടറായിട്ട് എടുത്തതാണ്. പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ വന്ന് ഞങ്ങൾ ചിക്കൻ 65 എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്ത സ്പെഷ്യലാണ് ഈ ഒരു പൊള്ളിച്ച മന്തി. ഭയങ്കര ടേസ്റ്റ് എന്നാക്കി ഇവർ പറഞ്ഞത്. പിന്നെ പൊറോട്ട ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ചിക്കൻ ഷവായാണ്. എല്ലാം ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഓർഡർ ചെയ്തെല്ലാം. പിന്നെ ഇത് അഫ്ഗാനി ഷവർമ്മയായിരുന്നു. ഇതും ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. ടേസ്റ്റ് നല്ല ഫുഡായിരുന്നു എല്ലാം. ഞങ്ങൾ കുറച്ച് അധികം ആൾക്കാരാണ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിനനുസരിച്ചിട്ട് കറക്റ്റ് ഫുഡെല്ലാം ഓർഡർ ചെയ്ത ഫുഡൊക്കെ വന്ന്. പിന്നെ എടുത്തൊരു ബെനിഫിറ്റ്, പിള്ളേർക്ക് 2 ഹൈ ചെയർ കിട്ടിയത്, ബേബി ചെയർ കിട്ടിയത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഓരോ അവിടെ ഇരുന്ന് കഴിച്ചോളും. അല്ലെങ്കിൽ നമ്മൾ ഡിസ്റ്റർബ് ഒന്നും ചെയ്യില്ല. നമുക്ക് ഫുഡ് കഴിക്കുമ്പോൾ മക്കളെ വടിയിൽ വെച്ചിരിക്കുമ്പോൾ എന്തോ പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് സമാധാനത്തിൽ കഴിക്കാൻ പറ്റി. പിന്നെ ഞാനൊരു കോഫി എടുത്ത്, എല്ലാവരും എടുത്തിട്ടുണ്ട് കേട്ടോ കോഫി. എൻ്റെ കൂടെ നല്ല ടേസ്റ്റായിരുന്നു കോഫി. ആദമിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മന്തി അല്ലെങ്കിൽ ഇങ്ങനത്തെ ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഇരുന്ന് നല്ല വ്യൂ, നല്ല രസമായിരുന്നു ഈ ഭാഗത്തുള്ള. അങ്ങനെ
അടിപൊളിയായിട്ട് എല്ലാവരും ഇരുന്ന് എൻജോയ് ചെയ്ത് ഫുഡ് കഴിക്കാൻ തുടങ്ങി. ഫാമിലി ആയിട്ട് ഇങ്ങനെ വരുന്നതും ഫുഡ് കഴിക്കുന്നതൊക്കെ ഭയങ്കര രസം തന്നെയാണ്. നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ആ ഒരു ടൈമിൽ. പുറത്ത് മഴ പെയ്ത് ചെറുതായിട്ട് ഇപ്പോൾ കാണാൻ പറ്റും. മഴയൊക്കെ പെയ്തും അകത്തുനിന്ന് ഇങ്ങനെ ഫുഡൊക്കെ കഴിക്കുമ്പോൾ അത് ഭയങ്കര ഒരു അടിപൊളി തന്നെയായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബൽക്കിൻ്റെ പുറക്ക് വന്നിട്ടാകുമ്പോഴത്തേക്ക് ബൽക്കിയുടെ പറയാണ്ട് ബ്രൗണീസൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഡ്രസ്ലെച്ചേഴ്സും ബ്രൗണീസും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്തെങ്കിലും മധുരം കഴിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളിങ്ങനെ പറയുന്ന സമയത്താണ് ഇത് കൊണ്ടുതന്നത്. അങ്ങനെ അതൊക്കെ എൻജോയ് ആക്കി കഴിച്ച്. പിന്നെ പിള്ളേരാണെങ്കിൽ അവർ ഭയങ്കര ഹാപ്പിയാണ്. ഒരു 4 ആൾക്കാർ ഭയങ്കര കൂട്ടാണ്. ഇപ്പോൾ ഹയാവും ഉണ്ട് കേട്ടോ. അപ്പോൾ ഹയാവും അവർക്ക് ഹയാൻ ഇപ്പോൾ ഒരു പെണ്ണാണല്ലോ. ഹയ എല്ലാവർക്കും കൂടെ അവർ ഭയങ്കര സ്നേഹമാണ് എല്ലാവർക്കും. അപ്പോൾ എല്ലാവരുമായിട്ട് കുറേ വണ്ടിയൊക്കെ ഉണ്ട് പിള്ളേർ. അതിലോരെല്ലാവരും നല്ല എൻജോയ് ആക്കി കളിക്കുന്നുണ്ട്. ബൽക്കിൻ്റെ പുറയിൽ പോകാൻ എൻ്റെ മക്കൾക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. ഓർ ഭയങ്കര എൻജോയ് ആക്കുന്നതാണ് അവിടെ. അങ്ങനെ ഞങ്ങൾ ബൽക്കിൻ്റെ അവിടെ ഇപ്പോൾ 2 ദിവസം താമസിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഈ വൈകുന്നേരം ബൽക്കി നമുക്കായിട്ട് കുറേ സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. ഉന്നക്കായ ആക്കുന്നുണ്ട്. പിന്നെ ഇത് കോളിഫ്ലവർ ഫ്രൈ ആണ്. അത് ഭയങ്കര സ്പെഷ്യലാണെന്നാണ് ഉമ്മ പറഞ്ഞത്. ബൽക്കിൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റം എന്നാണ് പറഞ്ഞത്. ഉന്നക്കായ ആണെങ്കിലും ബൽക്കി ഉണ്ടാക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മുമ്പത്തെ വീഡിയോസിലെല്ലാം പറഞ്ഞിട്ടുണ്ട് ബൽക്കി ഉണ്ടാക്കുന്ന ഫുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബൽക്കി നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കും കേട്ടോ. നന്നായിട്ട് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കും. ഭയങ്കര ടേസ്റ്റാണ് ബൽക്കി ഉണ്ടാക്കുന്ന എല്ലാത്തിനും. ഉന്നക്കായൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ടേസ്റ്റ്. പിന്നെ സമൂസയും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. നമ്മളെല്ലാം പോയെങ്കിൽ ഇങ്ങനെ ബൽക്കി സ്പെഷ്യൽ ഫുഡെല്ലാം ഉണ്ടാക്കിയത്. ഇപ്പോൾ കെബീറും കൂടെ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ കെബീർ ദുബൈയിൽ നിന്ന് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ കെബീർ വന്നിട്ട് നിൽക്കാൻ പോയതിൻ്റെ ഭാഗമായിട്ട് നമ്മളെല്ലാവർക്കായിട്ട് ഉണ്ടാക്കുന്നതാണ് ചിക്കൻ സമൂസ. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ബൽക്കിൻ്റെ കോളിഫ്ലവർ ഫ്രൈൻ്റെ മസാല ഇങ്ങനെയായിട്ട്. ഇത് എന്തോ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് ബൽക്കിൻ്റെ. ഞാൻ കോളിഫ്ലവർ വലിയ ഇഷ്ടപ്പെടാത്ത ആളാണ്. പക്ഷേ ഈ ഒരു ഫ്രൈ ഭയങ്കര ടേസ്റ്റ് തന്നെയായിരുന്നു. അങ്ങനെ അതിൻ്റെ കൂടെ ചോളം ഫ്രൈ ഉണ്ട്. മധുരച്ചോളാണത്. എല്ലാം കൂടെ ആയിട്ട് ഒരു ചായ കൂടി ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. നമ്മളെല്ലാവരും എൻജോയ് ആക്കിയിട്ട് ചായ കുടിച്ച് അതെല്ലാം കഴിഞ്ഞാകുമ്പോഴത്തേക്ക് രാത്രിയത്തെ ഫുഡെല്ലാം ബൽക്കി ഉണ്ടാക്കാൻ തുടങ്ങി. അതും കുറേ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ആയിരുന്നു. ഈ ഒരു ചിക്കൻ ഫ്രൈ നല്ല രസമുണ്ടാകുന്നു. ബൽക്കി ഏകദേശം ഉണ്ടാക്കുന്നത്. പിന്നെ ഒരു ചിക്കൻ കറിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇന്ന് ബിരിയാണിയാണ്, ബീഫ് ബിരിയാണിയാണ് ബൽക്കിൻ്റെ സ്പെഷ്യൽ. ഈ സമയത്തും ബൽക്കിൻ്റെ കേക്കിൻ്റെ ഓർഡറൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. കുറേ ഓർഡർ വരുന്നുണ്ട്. അതൊക്കെ സൈഡിൽ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോഴും ബിസിയാണ് ബൽക്കി കുക്കിങ്ങും കേക്ക് ഉണ്ടാക്കലെല്ലാം ആയിട്ട്. ഇതാണ് ബൽക്കിൻ്റെ ദം ബിരിയാണി. നല്ല ബീഫ് ദം ബിരിയാണി നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ബൽക്കിൻ്റെ ബിരിയാണി എന്തായാലും അടിപൊളിയാണ്. ഭയങ്കര സ്പെഷ്യലാണ്. പിന്നെ സാലഡ്, പത്തിരി നമ്മൾ പത്തൽ എന്ന് പറയും. പത്തലും ചിക്കൻ്റെ കറിയും പിന്നെ സാലഡ്, ഈ ചിക്കൻ ഫ്രൈ എല്ലാം ഞാൻ കാണിച്ചത് തന്നെ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ. അതിൻ്റെ കൂടെ ഈ ഒരു മിൻറ്റ് ലെമണേഡും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഫുഡെല്ലാം റെഡിയായി, എല്ലാം റെഡിയാക്കി കൊട്ടിൽ എന്ന് പറഞ്ഞെങ്കിൽ കൊട്ടിൽ എന്താ പറയുക നിങ്ങളെല്ലാം, ഞങ്ങൾ കൊട്ടിൽ എന്ന് പറയില്ല. എന്തായാലും നമ്മൾ ഡൈനിങ് ഹാള് അതിനെ കൊട്ടിൽ എന്ന് പറയില്ല. അപ്പോൾ കൊട്ടിലെല്ലാം കൊണ്ടുവച്ചിട്ട് നമ്മളെല്ലാവരും കഴിക്കാനായിട്ട് വന്ന്. ബൽക്ക് ഫുഡ് ഉണ്ടാക്കിയാൽ അത് പ്രസൻറ്റ് ചെയ്യുന്ന രീതിയും ഭയങ്കര അടിപൊളിയായിരിക്കും. നല്ല അടിപൊളിയായിട്ട് പ്രസൻറ്റ് ചെയ്യും. വെക്കുന്നതൊക്കെ നല്ല രസമായിരിക്കും ഫുഡെല്ലാം. അങ്ങനെ ഞങ്ങളെല്ലാവരും ഫാമിലി ആയിട്ട് എല്ലാവരും ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു. അങ്ങനെ നല്ലൊരു അടിപൊളി ഡേനായിരുന്നു. നല്ല അടിപൊളി ഫുഡും ആയിരുന്നു. അങ്ങനെ ഫുഡ് കഴിഞ്ഞിട്ട് കേട്ടോ. ഈ 2 സ്പെഷ്യൽ ഐറ്റംസ്. ഇതിൽ പുഡിങ് ഉണ്ട്, കോക്കനട്ട് പുഡിങ്. ഇത് കാസർഗോഡുള്ള ആൾക്കാർക്ക് അറിയാം. കാസർഗോഡ് ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. കാസർഗോഡ് എല്ലാ ഫംഗ്ഷനും ഉണ്ടാകുന്ന ഒരു സാധനമാണ്. എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. പിന്നെ ഈ ഒരു കസ്റ്റർഡും നല്ല ടേസ്റ്റ് ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കൊല്ലമ്പാടിയിലേക്ക് വന്നിട്ടുണ്ട്. ആദമിൻ്റെ ബർത്ത്ഡേ കൊല്ലമ്പാടിയിൽ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട്. ബുത്തു എന്ന് പറഞ്ഞാൽ എൻ്റെ ഏട്ടൻ്റെ വൈഫാണ് കേട്ടോ. റാഷിൻ്റെ ഏട്ടൻ്റെ വൈഫ് ബുത്തു നമുക്ക് സ്പെഷ്യൽ മന്തിയെല്ലാം ആക്കിയിട്ടുണ്ട്. ആദമിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇന്നത്തെ ആ ബുത്തുവിൻ്റെ മന്തി ഭയങ്കര ടേസ്റ്റ് തന്നെയായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് മന്തിയൊക്കെ കഴിച്ചിട്ട് നമ്മൾ കേക്കൊക്കെ മുറിക്കാനായിട്ട് എല്ലാം റെഡിയാക്കിയിട്ട് വന്ന്. ഞാൻ പറഞ്ഞല്ലോ എനിക്കിങ്ങനെ മക്കളുടെ 2 ആളുടെ ബർത്ത്ഡേയും 2 ഫാമിലി ആയിട്ടും സെലിബ്രേറ്റ് ചെയ്യാനും നല്ലത്. ഒന്നിച്ചിട്ട് വിളിച്ചിട്ട് സെലിബ്രേറ്റ് ചെയ്യാറുണ്ടെങ്കിൽ കുറേ എന്തെല്ലോ ആടെ ഇടയായിട്ട് ഇതൊക്കെ വന്നു. അപ്പോൾ വിചാരിച്ച് ഓക്കെ 2 ഇടത്തിലായിട്ട് ഇങ്ങനെ ആഘോഷിക്കാൻ. അങ്ങനെ പാത്തും ആദമിന് ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. നല്ലൊരു അടിപൊളി ഡ്രസ്സായിരുന്നു. അത് ഇട്ടിട്ടുള്ള വീഡിയോ ഞാൻ കാണിക്കാം. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഫാമിലി ആയിട്ട് ഇതൊക്കെയാണ് എൻ്റെ കൊല്ലമ്പാടി ഫാമിലി. ഉമ്മ, അബി, ബുത്തു, മക്കളും ഞങ്ങൾ എല്ലാവരുമായിട്ട് നല്ല ഒരു വീഡിയോ ഒക്കെ എടുത്തു. എല്ലാവരുമായിട്ടും ഞാൻ പറഞ്ഞില്ല എല്ലാവരുമായിട്ട് സെലിബ്രേറ്റ് ചെയ്യണമായിരുന്നു. ഇവർ ഈ കസിൻസൊക്കെ ഇട്ടിട്ടുള്ള കൂടെയുള്ള ഈ ഒരു സെലിബ്രേഷൻ, അവർ ആ ഒരു ഫോട്ടോ, അതൊക്കെ ഒരു രസം തന്നെയാണ്. ഇതാണ് നമ്മളെ ഏട്ടൻ്റെ കുഞ്ഞ് ഇവാൻ ആദമിനേക്കാളും 1 മാസത്തിന് ചെറുതാണ്. അപ്പോൾ നെക്സ്റ്റ് മന്ത് ഇവാൻ്റെ ബർത്ത്ഡേ ആണ്. പാത്തും ആദമും നല്ല കൂട്ടാണ് കേട്ടോ. പിന്നെ ഉമ്മാൻ്റെ കൂടെ ഇരുന്നിട്ട് അവർക്ക് മാമാണ്, ആദമിൻ്റെ മാമാൻ്റെ കൂടെ ഇരുന്നിട്ടുള്ള ഇങ്ങനെ വീഡിയോസും എല്ലാം എടുത്ത് ഞാൻ പറഞ്ഞില്ല നാളെ ഒരു പുറത്തൊക്കെ പോയിട്ട് ഇതൊക്കെ എപ്പോഴും ഒരു മെമ്മറിയിൽ ഉണ്ടാവും. ഇങ്ങനെ ഫാമിലി ആയിട്ട് ഈ ഒരു സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഗ്രാൻഡായിട്ട് ചെയ്യാത്ത റാശി ഇല്ലാത്തതുകൊണ്ടാണ്. പിന്നെ ഞാൻ വിചാരിച്ചു റാശിയൊക്കെ ഉള്ളൊരു സമയത്ത് എല്ലാവരും ഒന്നിച്ചിട്ട് വിളിച്ചിട്ട് ഒരു ഗ്രാൻഡ് സെലിബ്രേഷനൊക്കെ വെക്കാമെന്ന് വിചാരിച്ച്. ആദമ കേക്ക് കട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ കഴിക്കുന്ന തിരക്കാണ്. ആദമിന് ഭയങ്കര ഇഷ്ടമാണ് കേക്ക്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ കേക്ക് മുറിക്കുന്നതിനേക്കാളും മുമ്പ് അതിനിങ്ങനെ വാരി കഴിക്കാൻ നോക്കുന്നതാണ്. അങ്ങനെ എല്ലാവരും ആയിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ ആദമിൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്ത്. ഇതായിരുന്നു പാത്തു നേരത്തെ ആദമിന് കൊടുത്ത് ബർത്ത്ഡേ ഗിഫ്റ്റ്, ആ ഡ്രസ്സ്.
അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ എൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. എൻ്റെ 33ാമത്തെ ബർത്ത്ഡേ ആണ്. നാട്ടിൽ വന്നിട്ട് ഇത് 2ാമത്തെ ബർത്ത്ഡേ ആണ്. റാഷി ഇല്ലാത്ത 2ാമത്തെ ബർത്ത്ഡേ ആണ്. എനിക്ക് നല്ലോണം മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തായാലും റാഷീനെ മക്കളൊക്കെ ആയിട്ട് ഒരു കുഞ്ഞ് കേക്ക് വാങ്ങിച്ചിട്ട് സെലിബ്രേറ്റ് ചെയ്ത് വലിയ ഗ്രാൻഡായിട്ടൊന്നും ചെയ്തിട്ട് എൻ്റെ സിമ്പിളായിട്ട് ബൽക്കി ഒരു കേക്ക് കൊണ്ടുവന്ന് ജസ്റ്റ് മക്കളുടെ കൂടെ ഒരു കേക്ക് കട്ടിങ്ങും ഫോട്ടോവും അത്രയേ ഉള്ളൂ. സാധാരണ എൻ്റെ വീഡിയോസൊക്കെ കാണുന്ന ആൾക്കാർക്ക് അറിയാം, എൻ്റെ ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ ഞങ്ങൾ എവിടെയെങ്കിലും ട്രിപ്പ് പോലാണ്. ട്രിപ്പ് പോയിട്ട് അവിടെയാണ് സെലിബ്രേറ്റ് ചെയ്യൽ. എനിക്ക് എവിടെയെങ്കിലും പോകണമെന്ന് ആഗ്രഹമുള്ള സ്ഥലത്ത് അങ്ങനെയൊക്കെ റാഷിനോട് പറഞ്ഞ് അങ്ങോട്ടേക്കായിരിക്കും ഞങ്ങൾ അധികം യാത്ര തന്നെയാണ് അധികം. അതുതന്നെയാണ് എനിക്ക് റാഷി തരാറുള്ള ഗിഫ്റ്റ്. യാത്രയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് യാത്ര ചെയ്യാൻ. എന്തായാലും ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ഇയർ മുതൽ അങ്ങനെ ആയിരിക്കും. പിന്നെ വീണ്ടും സെയിനിൻ്റെ ബർത്ത്ഡേ വന്ന് ഇത് ആഗസ്റ്റ് 4-നായിരുന്നു കേട്ടോ സെയിൻ്റെ ബർത്ത്ഡേ. കുറച്ച് മുമ്പേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തു. ഇത് ഫസ്റ്റ് സെലിബ്രേറ്റ് ചെയ്തത് ബോയ്ക്കാനും ഞാൻ ഉണ്ടാകുമ്പോഴാണ്. ബോയ്ക്കാനല്ല, ഇത് ബൽക്കീൻ്റെ വീട്ടിൽ പോയിട്ട് ആടെയാണ് കേട്ടോ. ബൽക്കിയാണ് കേക്ക് ഉണ്ടാക്കിയത്. ഞാൻ പറഞ്ഞല്ലോ ബർത്ത്ഡേൻ്റെ കേക്കെല്ലാം ഉണ്ടാക്കൽ ബൽക്കി തന്നെയാണ്. അപ്പോൾ ബൽക്കി സെയിനുള്ള കേക്ക് സ്പൈഡർമാൻ തീമിലാണ് ചെയ്തത്. ഇപ്പോൾ സെയിന് ഭയങ്കര ഇഷ്ടമാണ് സ്പൈഡർമാനും ഓൻ്റെ ബാഗും ഇതൊക്കെ കണ്ട ആൾക്കാർക്ക് അറിയാം. ഓൻ്റെ എല്ലാം സ്പൈഡർമാൻ തീമിലാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പം വാട്ടർ ബോട്ടിലും ടിഫിനും എല്ലാം ടിഫിൻ ബോക്സും എല്ലാം ആ ഒരു തീമിലാണ്. അപ്പോൾ സ്പൈഡർമാനോടുള്ള ഭയങ്കര ഇഷ്ടം കൊണ്ട് ബൽക്കി അവനക്ക് സ്പൈഡർമാൻ തീമിലാണ് കേക്ക് ഉണ്ടാക്കിയത്. സെയിൻ്റെ 5ാമത്തെ ബർത്ത്ഡേ ആണ്. ഓഗസ്റ്റ് 4-നായിരുന്നു ബർത്ത്ഡേ. ഫസ്റ്റ് നമ്മൾ പോയിക്കാനുണ്ടായപ്പോൾ ആടെ ബൽക്കിൻ്റെ ആടെ കുറ്റിക്കോല് താമസിക്കാൻ പോയിട്ട് ആടെ ഒരു കുഞ്ഞ് സെലിബ്രേഷൻ ഫാമിലി ആയിട്ട് സെയിന് കേക്ക് കയ്യിൽ നിന്ന് വീണെന്ന് പറഞ്ഞിട്ട് പേടിച്ചിട്ടിരുന്നതാണ് കേട്ടോ. അത് ഞങ്ങളെല്ലാവരും ആയിട്ട് ഇവിടെ സെയിൻ്റെ ബർത്ത്ഡേയും സെലിബ്രേറ്റ് ചെയ്ത്. അങ്ങനെ ഇപ്പോൾ സെയിന് ബർത്ത്ഡേയും ആഘോഷമൊക്കെ അറിയാൻ തുടങ്ങിയിട്ട് ഓനെന്നെ ഇങ്ങനെ പറയും കേക്ക് മുറിക്കണം. അങ്ങനെ ചെറുതിൽ അങ്ങനെയൊന്നും അറിയില്ലല്ലോ. ഇപ്പോൾ 5 വയസ്സല്ല. അപ്പോൾ ഓരെന്നെ പറയാൻ തുടങ്ങി ഓരോ ബർത്ത്ഡേ സ്പൈഡർമാൻ കേക്ക് വേണമെന്നൊക്കെ മുമ്പേ പറഞ്ഞായിരുന്നു. അപ്പോൾ എന്തായാലും ആദമിനാണെങ്കിൽ കേക്ക് മുറിക്കുന്നതൊക്കെ ഇപ്പോൾ ഓൻ്റെ ബർത്ത്ഡേക്ക് കേക്കെല്ലാം 1-2 മുറിച്ചതുകൊണ്ട് എനിക്കത് ഭയങ്കര ഒരു ഹാപ്പിയുള്ള കാര്യമാണ്. കേക്ക് മുറിക്കുന്നതും കാര്യങ്ങളൊക്കെ ഭയങ്കര എൻജോയ് ചെയ്യാൻ തുടങ്ങി. സെയിനിൻ്റെ ആണെങ്കിൽ നല്ല മഴയുള്ള സമയമായതുകൊണ്ട് ഇങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല. ബൽക്കി മുമ്പ് പറഞ്ഞായിരുന്നു നമ്മൾ വേറൊരു പാലം കാര്യങ്ങളൊക്കെ ഉണ്ട്, അങ്ങോട്ട് പോയി മുറിക്കാം. പക്ഷെ നമുക്ക് മഴയായതുകൊണ്ട് പോകാനൊന്നും പറ്റിയിട്ട് മഴ മാറിയിട്ടാകുമ്പോൾ പെട്ടെന്ന് ഇടുന്ന തന്നെ ഒരു കുഞ്ഞ് സെലിബ്രേഷൻ പോലെ ചെയ്ത്. ഇതാണ് ബൽക്കിൻ്റെ പിള്ളേരും ഹയാലും വന്ന് ഒന്നിച്ചിട്ടുള്ളൊരു, ഞാൻ പറഞ്ഞല്ലോ ഇതും സെയിനാണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ കസിൻസിൻ്റെ ഒക്കെ കൂടെ ഒരു സെലിബ്രേഷൻ. അതായത് എൻ്റെ ഒരു ആഗ്രഹം 2 ബർത്ത്ഡേ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യണം. അങ്ങനെ എല്ലാവരും ഇരുന്ന് കേക്കൊക്കെ മുറിച്ച് കഴിച്ച് അങ്ങനെ ആഘോഷിച്ച്. അന്ന് ഞങ്ങൾ ബൽക്കിൻ്റെ പുരയിൽ നിന്നിന് കേട്ടോ വന്നിട്ട്. അപ്പോൾ പിള്ളേർ വണ്ടി ഞാൻ പറഞ്ഞല്ലോ കുറേ വണ്ടിയുണ്ട് പിള്ളേരെ സവാദിൻ്റെ ഇഷാൻ്റെ അതിൽ കളിക്കലെല്ലാം ഓരോ പണി. എന്തായാലും ഓരോ എൻജോയ് ആക്കുന്നുണ്ട്. അവർക്ക് ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വരാൻ താമസിക്കാനില്ല. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ കൊല്ലമ്പാടിൽ വന്നിട്ടുള്ള സെയിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷനാണ്. മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി 2 ഇടത്തിലായിട്ട് ഇങ്ങനെ ആഘോഷിക്കണം എന്നായിരുന്നു ആഗ്രഹം. അങ്ങനെ കൊല്ലമ്പാടിൽ ഒരു കുഞ്ഞ് കേക്ക് വെച്ചിട്ട് ഒരു കുഞ്ഞ് സെലിബ്രേഷൻ നമ്മൾ എൻ്റെ ഫാമിലി ആയിട്ട്. കാണുന്ന ആൾക്കാർക്ക് റിപ്പീറ്റേഷനായിട്ട് തോന്നാം, പക്ഷേ എനിക്കിതൊരു മെമ്മറിയിൽ എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു വീഡിയോ സേവ് ചെയ്ത് വെക്കണമെന്നുണ്ടായിന്. സെയിനും ഓൻ്റെ കസിൻസ് ഇത് മെയ്വാനും പാത്തും എല്ലാവരായിട്ട് ഇങ്ങനെ വീഡിയോസും ഫോട്ടോസും എല്ലാം എടുത്ത്, പിന്നെ ഉമ്മാൻ്റെ കൂടെ ഇങ്ങനെ ഫോട്ടോസും വീഡിയോസും എടുത്ത്, പിന്നെ ഓരോ കിഡ്സ് തന്നെയായിട്ട് കസിൻസ് എല്ലാവരും ഇരുത്തിയിട്ട് ഫോട്ടോസും വീഡിയോസ്. ആദ്യം ഇരിക്കുന്നേ ഇല്ല കേട്ടോ, ഭയങ്കര വികൃതിയാണ്. കേക്ക് കഴിക്കാൻ തന്നെ നോക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേക്ക്, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കേക്ക് മുറിക്കാൻ തുടങ്ങി. ജെയിനിനേക്കാളും ഇൻട്രസ്റ്റ് ആദമിനാണ് കേക്ക് മുറിക്കാനും കഴിക്കാനൊക്കെ. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേക്ക് കേട്ടോ. ഇത് ഞാനും വാങ്ങിച്ച കേക്കാണ്, ഞാൻ വാങ്ങിച്ചിട്ട് വന്നത് ബൽക്കിൻ്റെ ആടുന്ന് മുറിച്ച് പലിക്കി ഉണ്ടാക്കിയ കേക്കായിരുന്നു. ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചതാണ്. നമുക്ക് പിന്നെ ദൂരമായിരുന്നു കൊണ്ടുവരാനുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ടെല്ലാം ഇവിടുന്ന് വാങ്ങിച്ചിട്ട് മുറിച്ചത്. പിന്നെ സെയിൻ്റെ ഹോംവർക്കും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. ഈ സമയത്തൊക്കെ ഭയങ്കര മഴയും സ്കൂളൊക്കെ അധികം ലീവായിരുന്നു. എല്ലാവർക്കും അറിയാൻ പറ്റും അധികം ലീവായിരുന്നു. അപ്പോൾ നമുക്ക് ഒരു ടാസ്ക് ഇങ്ങനെ ടീച്ചർ തരുമായിരുന്നു വീട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട്. എന്തായാലും സെയിന് സ്കൂളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പോകാനൊക്കെ ആണെങ്കിലും. ഹോംവർക്ക് ആണെങ്കിലും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കുറേ ഹോംവർക്ക്സ് ഒന്നും ഇല്ല കേട്ടോ, കുറച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാറുള്ളൂ. ഞാൻ അധികം ഇഷ്ടപ്പെടുന്ന ആളല്ല, കുറേ പിള്ളേരെ കൊണ്ട് കുറേ ഹോംവർക്ക്സ് ചെയ്യിപ്പിക്കുന്നത് ഇഷ്ടപ്പെടുന്ന ആളല്ല. പക്ഷേ അതിനനുസരിച്ച് ചെറിയ കുഞ്ഞു ടാസ്കുകൾ മാത്രമേ ഉണ്ടാവാറുള്ളൂ. ബാക്കിയെല്ലാം അവർ അവിടെ നിന്ന് തന്നെ ഡീൽ ചെയ്യുന്നതാണ്. ബുക്സ് ആണെങ്കിൽ എല്ലാവരും തന്നെ സൂക്ഷിക്കും. ആദമും സെയിനും ഉറങ്ങുമ്പോൾ ഞാനെടുത്തൊരു വീഡിയോ ആണ്, മെമ്മറിക്കായിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ച്. പിന്നെ നമ്മളെ പിള്ളേർ ഭയങ്കര ഇങ്ങനത്തെ ഇതൊക്കെ കളിക്കുന്നതും ഇതൊക്കെ ഇങ്ങനെ ജസ്റ്റ് എടുത്തതാണ്. പാത്തു ആണെങ്കിൽ സെയിനിനെ പത്തുമാക്കുന്ന ഒരു വീഡിയോയിൽ തട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ട് പാത്തൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ പിള്ളേരെ കൂടെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനും കളിക്കാനും ഇങ്ങനെ തട്ടടിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പാത്തുവിന് സെയിനിനൊരു പാത്തുമാക്കിയിട്ട് മാറ്റുന്നുണ്ട്. അങ്ങനെയാണ് കൊല്ലമ്പാടി വിശേഷം. ഞാൻ കൊല്ലമ്പാടിയിലാണെങ്കിൽ കൊല്ലമ്പാടി എന്നാണ് നമ്മൾ റാഷിൻ്റെ നാടിൻ്റെ പേര്, കൊല്ലമ്പാടി എന്നാണ് പറയൽ. കൊല്ലമ്പാടിയിലാണെങ്കിലും പോയിക്കാനാണെങ്കിലും പിള്ളേർ 2 ഇടത്തിൽ എൻജോയ് ചെയ്യുന്നുണ്ട്. 2 ഇടത്തിൽ അവർക്ക് കസിൻസ് ഉണ്ടല്ലോ, അവിടെ എൻ്റെ ഇടത്തിൻ്റെ മക്കളുണ്ട്, ഇവിടെ ഇച്ചാൻ്റെ മക്കളുണ്ട്. ഓരോ കൂടെ 2 ആളും നല്ല എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ സെയിനിൻ്റെ ഹോംവർക്കിൻ്റെ ഒരു ഭാഗമായിട്ടാണ് കേട്ടോ ഇതൊക്കെ. ടീച്ചർ നമ്മളോട് പറയും വൈകുന്നേരം ഇങ്ങനെ വീഡിയോ എടുത്തിട്ടൊക്കെ ഇടാനായിട്ട് പറയും. അപ്പോൾ ഞാനെടുത്ത വീഡിയോസൊക്കെയാണ് ഇതെല്ലാം.
അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ കൊല്ലമ്പാടിൽ ആദമിൻ്റെ ഇവാൻ്റെ ബർത്ത്ഡേ അടുത്തടുത്തായിരുന്നു കേട്ടോ, 1 മാസത്തെ വ്യത്യാസത്തിലായിരുന്നു. അപ്പോൾ ഇവാൻ്റെ ആദമിൻ്റെ ബർത്ത്ഡേൻ്റെ ട്രീറ്റ് ഒന്നിച്ചിട്ട് ഞാനും ബുത്തും നമുക്ക് ഒന്നിച്ചിട്ട് പോയിട്ട് ഫുഡ് കഴിക്കാമെന്നുള്ളൊരു പ്ലാനായിരുന്നു. അങ്ങനെ ബേക്കാച്ചിൽ പോകാമെന്ന് പറഞ്ഞിട്ട് പ്ലാൻ ചെയ്തിട്ട് ബേക്കാച്ചിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. പക്ഷേ ഞങ്ങൾ വരുമ്പോഴത്തേക്ക് ബുത്തു ഓൾറെഡി സർപ്രൈസ് ആക്കിയിട്ട് ഒരു കാര്യം ചെയ്തിട്ടാ. ബുത്തും ആബിയും നേരത്തെ പോരെന്ന് അറിഞ്ഞു ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞിട്ട്, പക്ഷേ ഓരോടെ ഇങ്ങനെ ഒരു സർപ്രൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് നമ്മൾ അറിഞ്ഞില്ല. ഇതെല്ലാം റെഡിയാക്കിയിട്ടാണ് കേട്ടോ അന്നിയും ഉമ്മാനെയും ബുത്തു വിളിക്കുന്നത്. ബുത്തും ആബിയും പാത്തും നേരത്തെ വന്നിട്ട് ഇതെല്ലാം ചെയ്ത് വെച്ചാണ്. എന്തായാലും ഭയങ്കര ക്യൂട്ടായിട്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഭയങ്കര സർപ്രൈസായി, കാരണം ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഒരേ പോരേന്ന് വന്നിട്ട് നമ്മൾ ഇങ്ങനൊരു ഇത് പ്ലാൻ ചെയ്തൊന്നും അറിഞ്ഞിട്ട് അറിയാണ്ട് പ്ലാൻ ചെയ്തതാണ്. പാത്തും സെയിനും ഭയങ്കര കൂട്ടാണല്ലോ, അപ്പോൾ ആ ഒരു പിരിസത്തിൽ ബുത്തു ചെയ്തതാണ്. എന്തായാലും ഭയങ്കര നീറ്റായിട്ടെല്ലാം ചെയ്തിട്ടുണ്ട്. ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. നല്ല അടിപൊളിയായിരുന്നു എല്ലാം. നല്ല രസമായിരുന്നു കേട്ടോ. ഈ ഒരു ആംബിയൻസും ഈ ഒരു ക്യൂട്ട് ഡെക്കറേഷനും എല്ലാം നല്ല രസമായിരുന്നു. കേക്കാണെങ്കിലും അനിമൽ തീമിലാണ് ചെയ്തത്, അനിമൽസിൻ്റെ തീമിലാണ് ചെയ്തത്. എല്ലാം അടിപൊളിയായിരുന്നു. എല്ലാവരുമായിട്ട് വീഡിയോസും ഫോട്ടോസും എല്ലാം എടുത്ത് അപ്പിയും ഉമ്മാവും എല്ലാവരുമായിട്ട് ഫോട്ടോസും വീഡിയോസും എടുത്ത്, പിന്നെ ബുത്തും ഫാമിലിയായിട്ട് എടുത്ത്, പിന്നെ ഞാൻ ഓൾറെഡി മക്കളെ കൂടെ ഒക്കെ നിന്നിട്ട് എടുത്ത് പാത്തുവിൻ്റെയും ഇവാൻ്റെയും എല്ലാം സെപ്പറേറ്റ് വീഡിയോസും ഫോട്ടോസും എല്ലാം എടുത്ത് എല്ലാം കണ്ടിട്ടാകുമ്പോഴത്തേക്ക് സെയിനൊക്കെ ഒരു ഷോക്ക് ആയിട്ട്. ഇത് ഒട്ടും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. നമ്മൾ ഓൾറെഡി ഓൻ്റെ ബർത്ത്ഡേ ഒക്കെ പറഞ്ഞ് കേക്കെല്ലാം മുറിച്ചാണല്ലോ. പിന്നെ ഞാൻ തന്നെ ശരിക്കും ഞെട്ടി. അപ്പോൾ സെയിനാണെങ്കിലും കണ്ടിട്ട് ഒരു വരുന്നിട്ട് തന്നെ നിൽക്കുന്നുണ്ടായത്. എന്തായാലും നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ടായിരുന്നു. സെയിനും മാതമായിട്ടുള്ള വീഡിയോസ് എല്ലാം എടുത്ത് എല്ലാവരുമായിട്ട് നിന്നിട്ട് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത് നമ്മൾ ഓൾറെഡി കൊല്ലമ്പാടിയിൽ ഒരു കേക്ക് മുറിച്ചതെല്ലാം. പിന്നെ ഇതൊരു ഞാൻ പറഞ്ഞല്ലോ ഒരു സർപ്രൈസ് ആയിട്ട് കുറച്ച് ചെയ്യുന്നതാണ്. ഇവിടെ പാത്തിൻ്റെയും സെയിൻ്റെയും നല്ലൊരു ക്യൂട്ട് ഫോട്ടോ വെച്ചിട്ടുള്ള ഫ്രെയിമും കാണാം. ഇത് കബീറിൻ്റെ മംഗലത്തിൻ്റെ ഫോട്ടോ ആണ് കേട്ടോ പാത്തിൻ്റെയും സെയിൻ്റെ അകത്ത്. പിന്നെ ഞങ്ങൾ ഫാമിലിയായിട്ട് അവിടെ ഉണ്ടായ 2 സ്കൂൾ പിള്ളേരുണ്ടായിരുന്നു, കോളേജ് പിള്ളേരുണ്ടായിരുന്നു. അവരോട് പറഞ്ഞ് ഞങ്ങളൊരു ഫാമിലി ആയിട്ടുള്ളൊരു വീഡിയോയിലെടുത്ത് അത് കഴിഞ്ഞിട്ട് പിള്ളേരെ കൊണ്ട് കേക്ക് കട്ട് ചെയ്ത്. ഇവിടെയാണെങ്കിലും ആദമിനാണ് തിരക്ക് കേട്ടോ. ആദമും സൈഡിലേക്ക് കൂടിയിട്ട് കേക്കെല്ലാം കഴിക്കുന്നുണ്ട്. എന്തായാലും ഇത് നല്ലൊരു അടിപൊളി എപ്പോഴും ഒരു ഓർക്കാനുള്ള നല്ലൊരു അടിപൊളി ബർത്ത്ഡേ സെലിബ്രേഷൻ തന്നെയായിരുന്നു. അങ്ങനെ കേക്ക് കട്ടിങ്ങും എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് വന്ന് ഫുഡെല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ബേക്കാച്ചിൽ കുറച്ച് വെയിറ്റിംഗ് കൂടുതലാണെങ്കിലും എടുത്ത് ഫുഡ് അടിപൊളിയാണ്. ചിക്കൻ നാഗറ്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിള്ളേരുള്ളതുകൊണ്ട് ചിക്കൻ നാഗറ്റ്സ് പറഞ്ഞാണ്. പിന്നെ എടുത്ത് ലോഡഡ് ഫ്രൈസ്, എപ്പോഴും ഒരു സ്പെഷ്യലാണ് എടുത്ത ലോഡഡ് ഫ്രൈസ്. പക്ഷേ ഇപ്രാവശ്യം അത്ര ശരിയായിട്ട് എനിക്ക് തോന്നിയിട്ടാണ്. പിന്നെ ഫ്രൈഡ് ചിക്കന് ലോഡഡ് ഫ്രൈസ് ഒരു സെറ്റ് ആവാൻ കുറച്ച് കൂടെ ബാക്കിയുണ്ടെന്ന് തോന്നിയായിരുന്നു. പിന്നെ എടുത്ത് ഫ്രൈഡ് ചിക്കൻ എപ്പോഴും ഞങ്ങളുടെ ഫേവറേറ്റ് ആണ്. പിന്നെ ഫ്രഞ്ച് ഫ്രൈസ്, പിന്നെ ബർഗറും എടുത്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ ഫുഡെല്ലാം വന്നിട്ടുണ്ട്. പിന്നെ എല്ലാവരും ഡ്രിങ്ക്സ് എടുത്തിട്ടുണ്ട്. ചിക്കുവാണ് ഞാൻ എടുത്തത്, സെയിനു ക്യാഷു എടുത്തത്. അങ്ങനെ ഞങ്ങളെല്ലാവരുമായിട്ട് ഫാമിലിയായിട്ട് ഇരുന്നിട്ട് ഫുഡെല്ലാം കഴിക്കാൻ തുടങ്ങി. എന്തായാലും നല്ല അടിപൊളി തന്നെയായിരുന്നത്. പിന്നെ നമ്മൾ താഴെ വന്നിട്ട് പിള്ളേർക്ക് ഐസ്ക്രീം വാങ്ങി. അവർക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ താഴെ സ്വീറ്റ് കോണും ഉണ്ട്, ഐസ്ക്രീമും ഉണ്ട്. അവർക്ക് ഐസ്ക്രീം മതി എന്ന് പറഞ്ഞ് അങ്ങനെ ഐസ്ക്രീമെല്ലാം എടുത്ത് അന്നത്തെ ദിവസം അങ്ങനെ എൻജോയ് ആക്കി ഞങ്ങൾ മടങ്ങി. അങ്ങനെ ഇപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് എക്സാക്റ്റ് ബർത്ത്ഡേ ഡേറ്റ് ഓഗസ്റ്റ് 4 അത് സ്കൂളിൽ ഉള്ള ദിവസമായിരുന്നു. അപ്പോൾ അന്ന് എന്തായാലും സ്കൂളിലെ കുട്ടികൾക്കെല്ലാം ക്ലാസ്സിലെ കുട്ടികൾക്കെല്ലാം കൊടുക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഇതാ ഒരു പെൻസിലും പിന്നെ ഒരു ചോക്ലേറ്റ് കൊടുക്കണമെന്നുണ്ട്. പക്ഷേ സ്കൂളിൽ ചോക്ലേറ്റ് അല്ല ഇവിടെ അല്ല, അതുകൊണ്ട് ലഡുവാണ് സ്കൂളിലേക്ക് വാങ്ങിച്ചത്. സെയിനിന് സ്പൈഡർമാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. സ്പൈഡർമാൻ തീമിലാണ് ഈ ഒരു ബർത്ത്ഡേ കാർഡ് റാഷി ഉണ്ടാക്കിയത്. ഇതൊക്കെ എനിക്ക് അറേഞ്ച് ചെയ്ത് തന്നത് ഹബിയാണ്, റാഷിൻ്റെ പെങ്ങളാണ്. ഞാൻ ലഡു എന്ന് പറഞ്ഞില്ല, അപ്പോൾ ലഡു ഒക്കെ ഞങ്ങളിവിടെ വാങ്ങിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ലഡു അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ടുള്ള എന്തും കൊടുക്കാം. പാക്ക്ഡ് ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ്സ് അങ്ങനെയൊന്നും കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്. ബസ്സിലേക്ക് കൊടുക്കാനായിട്ട് ഞാൻ ചോക്ലേറ്റ്സ് വാങ്ങിച്ചിട്ടുണ്ട്. ബസ്സിലും കുറച്ച് കുട്ടികളും എല്ലാം ഉണ്ടല്ലോ, ബസ്സിലായുണ്ട്, ചേച്ചിയുണ്ട്, ഡ്രൈവറുണ്ട്. അപ്പോൾ അവർക്കൊക്കെ കൊടുക്കാനായിട്ട് ചോക്ലേറ്റ് അങ്ങനെ എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്, എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ശരിക്കും ഞങ്ങൾ തന്നെ കൊണ്ടിടാമെന്ന് വിചാരിച്ചു. ബസ്സിൽ ഇത് നാളെ കൊടുക്കാം, ഇന്നിപ്പോൾ ഞങ്ങൾ തന്നെ അല്ലെങ്കിൽ വൈകുന്നേരം കൊടുക്കാം. ഇന്നിപ്പോൾ ഞങ്ങൾ ഓനെ കൊണ്ടാക്കാം, ബർത്ത്ഡേ ആയിട്ട് നമ്മൾ തന്നെ കൊണ്ടാക്കാം, അതൊരു ഹാപ്പി അല്ലേ എന്ന് വിചാരിച്ചിട്ട് കൊണ്ടാക്കുന്നുണ്ട്. അതിന് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇതെന്നു ഹായ് ബർത്ത്ഡേ കാരനാ ഹാപ്പി ബർത്ത്ഡേ ടു യു. സെയിന് സ്കൂളിൽ ചേരുന്ന വീഡിയോ ഒക്കെ ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിലെല്ലാം ഒന്നിച്ചിട്ടിട്ടുണ്ട്. അപ്സര സ്കൂളിലാണ് സെയിനെ ചേർത്തത്. കുറേ ആൾക്കാർ കമൻസിൽ അതും ചോദിച്ചായിരുന്നു, ഇത് സ്കൂളിൽ ചേർന്നതൊക്കെ. അപ്സര സ്കൂളിൽ ചേർത്തത് അതിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എൻ്റെ അനിയനും നാട്ടിലുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് എളുപ്പമായി. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ സെയിനിനെയും കൊണ്ട് സ്കൂളിലേക്ക് വന്നിട്ടുണ്ട്. സ്കൂൾ ബസ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ റാഷിൻ്റെ വീട്ടിലും എൻ്റെ വീട്ടിലും നല്ല കറക്റ്റ്, നമുക്കങ്ങനെ ദൂരമൊന്നും പോകേണ്ട, അടുത്ത് തന്നെ നമ്മൾ ബസ് വരുന്നുണ്ട്. എൻ്റെ വീട്ടിലേക്കാണെങ്കിൽ മുറ്റത്തോളം വരുന്നുണ്ട് ബസ്. അങ്ങനെ നമുക്കങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല. 2 വീട്ടിലായിട്ടും താമസിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ സെയിൻ സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ട്. ടീച്ചറെ കണ്ടപ്പാടെ സെയിനിന് വിഷ് ചെയ്തിട്ടുണ്ട്.
നല്ല ടീച്ചറാണ് കേട്ടോ. സെയിൻ്റെ നല്ല ടീച്ചറാണ്. നമ്മളൊക്കെ നല്ലോണം റെസ്പോണ്ടും ചെയ്യും. എല്ലാത്തിനും നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള ടീച്ചറാണ്. ടീച്ചറോട് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ബർത്ത്ഡേ എന്നൊക്കെ. അപ്പോൾ ഇന്ന് ബർത്ത്ഡേൻ്റെ ഇതൊക്കെ ടീച്ചർ പിന്നെ പിള്ളേർക്കെല്ലാം കൊടുക്കുന്നതൊക്കെ വീഡിയോ എടുത്തിട്ട് പിന്നെ എനിക്ക് അയച്ചു തന്നതാണ്. നമുക്കിതൊക്കെ കാണുമ്പോൾ സന്തോഷമാണ്. നമ്മളുടെ കുഞ്ഞ് ഓനക്കതൊരു ഭയങ്കര സന്തോഷമാണ്. എല്ലാവർക്കും ഇങ്ങനെ വീഡിയോ ഒക്കെ കൊടുക്കുന്നതും അതൊക്കെ എല്ലാവരും ബർത്ത്ഡേ പാട്ടൊക്കെ പാടി എല്ലാവരും ഇങ്ങനെ ഓനിക്കതിന് ഭയങ്കര ഹാപ്പിയാണ്. ഓൻ്റെ ബർത്ത്ഡേ ആണ്, എല്ലാവരും ഇങ്ങനെ പാട്ടൊക്കെ പാടുന്നത്, എല്ലാവർക്കും ഇങ്ങനെ ലഡു ഒക്കെ കൊടുക്കുന്നത്. സീന് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ. ഇതാണെങ്കിൽ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. മുമ്പ് ചേർത്തായിരുന്നില്ല, ഇപ്പം അറിയാമല്ലോ എൻ്റെ ബർത്ത്ഡേ ആണെന്നെല്ലാം അറിയാമല്ലോ. അപ്പോൾ ഇങ്ങനെ മുമ്പേ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് സ്കൂളിൽ ഇങ്ങനെ കൊടുക്കാം ഒക്കെ ഇതൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു സീനും. പിന്നെ ക്ലാസ്സിലെ ഓരോ കാര്യങ്ങളും ചെയ്യുന്ന ടാസ്കുകൾ ആക്ടിവിറ്റീസൊക്കെ ടീച്ചേഴ്സ് നമുക്ക് വീഡിയോസായിട്ട് അയച്ചു തരും. അപ്പോൾ നമുക്കത് കാണുമ്പോൾ മനസ്സിലാവും എന്താണ് നമ്മളെ കുഞ്ഞ് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളത്. അത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. 25 കുട്ടികളാണ് സെയിൻ്റെ ക്ലാസ്സിലുള്ളത്, 3 ടീച്ചേഴ്സും. എന്തായാലും സെയിൻ സ്കൂളിലൊക്കെ പോകാൻ ഭയങ്കര ഹാപ്പിയാണ്. അവന് ഭയങ്കര ഇഷ്ടമാണ് സ്കൂളിലൊക്കെ പോകാൻ. ഞാൻ ആദ്യം വിചാരിച്ചിരുന്ന കാര്യം അങ്ങനെയൊക്കെ, പക്ഷേ ഇല്ല, നല്ല എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് പോകുന്നത്. സെയിന് കുറേ ഫ്രണ്ട്സും ഉണ്ട്. സ്കൂളിൽ നിന്ന് വന്നിട്ട് കഥകളൊക്കെ പറയും, ഓരോ കഥയും പറയും. അങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ബർത്ത്ഡേസ് ഉള്ള ഒരു വ്ളോഗായിരുന്നു. 3 ആളുടെയും ബർത്ത്ഡേ ആയിരുന്നു. ആദമിൻ്റെയും എൻ്റെയും സെയിനിൻ്റെയും എല്ലാവരും ബർത്ത്ഡേ ആയിരുന്നു. എല്ലാം ഒന്നിച്ചിട്ടിടാമെന്ന് വിചാരിച്ച് കുഞ്ഞു പാട്ടായിട്ട് ഇടാണ്ട് ഒന്നിച്ചിട്ടിടാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഇട്ടത്. ഈ 3 ബർത്ത്ഡേസിൽ ഞങ്ങൾക്ക് ഏറ്റവും മിസ് ചെയ്തത് റാഷി തന്നെയാണ്. റാഷി ഇല്ലാത്ത ഞങ്ങൾ നാട്ടിൽ വന്നിട്ടുള്ള ഞങ്ങൾ 3 ആളുടെയും രണ്ടാമത്തെ ബർത്ത്ഡേ ആയിരുന്നു. ഇൻഷാ അള്ളാ അടുത്ത വർഷം മുതൽ എല്ലാ ബർത്ത്ഡേക്കും ഒന്നിച്ചിട്ടുണ്ടാവണം തന്നെ ആഗ്രഹം. ഇൻഷാ അള്ളാ എന്തായാലും വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇടാം, ഇല്ലെങ്കിൽ ഇങ്ങനെ മിക്സ് ചെയ്തിട്ടൊക്കെ ഇടത്തുള്ളൂ. കുഞ്ഞു വീഡിയോസ് ആയിട്ട് ഇടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.